ഇവിടെ അല്ല 40 സെക്കൻഡ് കൊടുത്തിനധികം 40 സെക്കൻഡ് അധികം കൊടുത്തിന് അങ്ങനെ പറയരുത്. പ്രതിപക്ഷം അങ്ങനെ സംസാരിക്കരുത്. 40 സെക്കൻഡ് കൊടുത്തിട്ടുണ്ട്. യെസ്, തിരുവഞ്ചൂരും അനിൽകുമാറും ചില അർദ്ധസത്യങ്ങളാണ് തൃശൂർ പൂരം സംഭവവുമായി ഇവിടെ പറഞ്ഞത്. ഒരു കാര്യത്തിൽ സന്തോഷമുണ്ട് സർ, ജനയുഗം നിത്യേന വായിക്കുന്നത് നല്ലതാണ്. ഇത്തരം സംഭവങ്ങൾ അവതരിപ്പിക്കാനെങ്കിലും അവർക്കത് ഉപകരിക്കുമല്ലോ. ഞാനൊരു കാര്യം പറയട്ടെ, ആരോ എഴുതി കൊടുത്ത എന്തോ സംഭവങ്ങളാണ് അവരിവിടെ പറഞ്ഞത്. എന്താണ് തൃശൂർ പൂരത്തിൽ സംഭവിച്ചത്? ആരാണ് തൃശൂർ പൂരം സംഭവവുമായി ബന്ധപ്പെട്ട് എല്ലാവരും വിശ്വസിക്കുന്നത് പോലെ ഒരു ഗൂഢാലോചനയ്ക്ക് ഒരുങ്ങിയത്? സത്യസന്ധമായി പരിശോധിച്ചാൽ 4 പ്രധാന ഇവന്റുകളാണ് തൃശൂർ പൂരത്തിലുള്ളത്. ഒന്ന്, ലോകത്തിലെ ഏറ്റവും വലിയ സിംഫണിയായിട്ടുള്ള ഇലഞ്ഞിത്തറ മേളം. 2, ചേതോഹരമായിട്ടുള്ള കുടമാറ്റം. 3, മഠത്തിൽ വരവ് എന്നറിയപ്പെടുന്ന നടപ്പാണ്ടിയും പഞ്ചവാദ്യവുമായി പഴയ നടക്കാവിൽ നിന്ന് തിരുവമ്പാടിയുടെ പാർമേക്കാവിന്റെ സംയുക്ത മേള സംരംഭങ്ങൾ. മറ്റൊന്ന്, ഏറ്റവും അവസാനം നടക്കുന്ന വെടിക്കെട്ട്, ഘടകപൂരങ്ങളുടെ വരവ്. ഇതാണ് തൃശൂർ പൂരം. 36 മണിക്കൂറാണ് തൃശൂർ പൂരം സർ. ദശാബ്ദങ്ങളായി ശക്തൻ തമ്പുരാൻ ഡിസൈൻ ചെയ്തിട്ടുള്ള സമയക്രമം അനുസരിച്ച് നടക്കുന്ന ചേതോഹരമായി പൂരം അന്ന് രാത്രി 3:30 ചില ആലോചനകളുടെ ഫലമായി ആരോ തകർക്കാൻ ശ്രമിക്കുകയാണ്. അതാരാണ് എന്ന് അന്വേഷിക്കണമെന്ന് ഇടതുപക്ഷവും അതുപോലെ തന്നെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഇപ്പോൾ ആവശ്യപ്പെടുന്നുണ്ട്. എന്താണ് അവിടെ സംഭവിച്ചത് സർ? RSSും ആയിട്ട് ഇതിനുള്ള ബന്ധത്തെക്കുറിച്ച് ഇവർ പറയുന്നില്ല. 3:30 നടപ്പന്തലിലെ വെളിച്ചമണയ്ക്കാനും പന്തലിലെ വെളിച്ചമണയ്ക്കാനും ഉത്തരവിടുന്നതിന് മുമ്പ് അവിടെ നാമജപഘോഷയാത്ര നടത്തി. ശബരിമല 18ാം പടിയിൽ തിരിഞ്ഞു നിന്ന് ജനങ്ങളോട് സമരാഹ്വാനം നടത്തിയ വത്സൻ തില്ലങ്കേരി എന്ന കുപ്രസിദ്ധനായ RSS നേതാവ് നാമജപഘോഷ യാത്രയുമായി തൃശൂരിൽ എങ്ങനെ എത്തിച്ചേർന്നു? എങ്ങനെയാണ് ആ സംഭവം ഉണ്ടായത്? ആ സംഭവം ഉണ്ടായത് എങ്ങനെയെന്ന് അന്വേഷിക്കാനല്ല, ആ സംഭവത്തിന്റെ ഉത്തരവാദിത്വം മറ്റു ചിലരിലേക്ക് മറിച്ചു കെട്ടാനാണ് ഇവിടെ പ്രതിപക്ഷം ശ്രമിക്കുന്നത്. എന്താണ് സംഭവിച്ചത്? വത്സൻ തില്ലങ്കേരിയുടെ നേതൃത്വത്തിൽ നടന്നിട്ടുള്ള നാമജപഘോഷയാത്രയും അവിടേക്ക് പ്രോട്ടോകോൾ നിലനിൽക്കുന്നത് കൊണ്ട് ഇലക്ഷൻ പ്രഖ്യാപിച്ച് ഇലക്ഷന്റെ മധ്യത്തിലാണ് പൂരം നടക്കുന്നത് എന്നുള്ളത് രാജന്, നമ്മുടെ റവന്യൂ മന്ത്രിക്ക് പൂരത്തിന്റെ എല്ലാ ഘട്ടങ്ങളിലും ഇടപെടുന്നതിനുള്ള സൗകര്യം നിഷേധിക്കുകയാണ്. കാരണം രാജനും മന്ത്രി ആർ ബിന്ദുവിനും ഇലക്ഷൻ പ്രോട്ടോകോൾ നിലനിൽക്കുന്നത് കൊണ്ട് മുൻകാലങ്ങളിൽ നടക്കുന്നത് പോലെ പൂരവുമായി ബന്ധപ്പെട്ട് കൂടിയാലോചനകൾ 8 കൂടിയാലോചനകൾ കളക്ടറുടെ നേതൃത്വത്തിൽ നടത്താറുണ്ട്. ആ 8ലും ജനപ്രതിനിധികൾക്ക് പങ്കെടുക്കാൻ കഴിഞ്ഞില്ല. ഇതൊരവസരമാക്കി കരുതിക്കൊണ്ട് 3000 പോലീസുകാർ നിരന്നു നിൽക്കുന്ന അതികർശനമായ ബന്ദോബസ്തുള്ള പൂരനഗരിയിലേക്ക് ഒരാൾക്ക് പ്രവേശിക്കണമെങ്കിൽ അതിന് ചില ഉപായങ്ങൾ വേണം. അങ്ങനെ സ്വീകരിച്ച RSSന്റെ ഒരു ഉപായമായിരുന്നു സേവാഭാരതിയുടെ വാൻ ഉപയോഗിച്ചുകൊണ്ട്, ആംബുലൻസ് ഉപയോഗിച്ചുകൊണ്ട് അവിടേക്ക് സുരേഷ് ഗോപിയെ കൊണ്ടുവരിക എന്നുള്ളത്. എന്നാൽ നിങ്ങൾ അറിയേണ്ട ഒരു വസ്തുത, അദ്ദേഹം അവിടേക്ക് എത്തിച്ചേരുന്നതിന് മുമ്പ് രാജനും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയായ സുനിൽകുമാറും എത്തിച്ചേർന്ന് തിരുവമ്പാടി പാർമേക്കാവ് ദേവസ്വങ്ങളുമായി ചർച്ച ചെയ്ത് വെടിക്കെട്ട് നടത്താനുള്ള തീർപ്പിലെത്തിച്ചേരുകയും മറ്റ് എല്ലാ കാര്യങ്ങളും നടത്തി തീർക്കുകയും ചെയ്തു. അതിനുശേഷമാണ് ഈ നാടകത്തിന്റെ
മുഖ്യ സൂത്രധാരനായി അവിടേക്ക് സുരേഷ് ഗോപി വരുന്നത്. സുരേഷ് ഗോപി വന്നതിന് ശേഷം അവിടെ രാജനും അതുപോലെ തന്നെ സുനിൽകുമാറും അതുപോലെ UDFന്റെ നേതാവും എത്തിച്ചേർന്നാൽ പ്രതിഷേധ മുദ്രാവാക്യം വിളിക്കുന്നതിന് വരെ ആളുകളെ ഒരുക്കി നിർത്തിയിരുന്നു. അതെങ്ങനെ സംഭവിച്ചു? അവിടെ സംഭവിച്ചത് ശബരിമലയിൽ സംഭവിച്ചതുപോലെ തന്നെ RSSന്റെ നേതൃത്വത്തിൽ ആരെങ്കിലും ഗൂഢാലോചന നടത്തിയിട്ടുണ്ടെങ്കിൽ അതിനെ എങ്ങനെയാണ് നോക്കിക്കാണേണ്ടത് എന്ന് രാഷ്ട്രീയ വകതിരിവില്ലാത്ത പ്രതിപക്ഷം ഇവിടെ മുഖ്യമന്ത്രിക്ക് നേരെ വിരലി ചൂണ്ടുമ്പോൾ ഞങ്ങൾ പറയുന്നു, ആത്മാർത്ഥമായി അവിടെ ഉണ്ടായിരുന്ന ഒരു പ്രതിസന്ധി 2 ദേവസ്വങ്ങളുടെയും എക്സിബിഷനുമായി ബന്ധപ്പെട്ട് സൊമോട്ടോ കേസെടുത്തിട്ടുള്ള ഹൈക്കോടതിയുടെ വിധി അനുസരിച്ച് തറവില നിശ്ചയിക്കുന്നതിൽ തർക്കം നിലനിൽക്കുമ്പോൾ 2 ദേവസ്വങ്ങളും പൂരത്തിന് ഒരാഴ്ച മുമ്പ് തന്നെ വിസമ്മതം പ്രകടിപ്പിച്ച് നീങ്ങി നിന്നപ്പോൾ നമ്മുടെ മുഖ്യമന്ത്രിയാണ് 2 ഓൺലൈൻ മീറ്റിംഗുകൾ വിളിച്ച് ഈ പ്രശ്നത്തിന് പരിഹാരം കണ്ട് തറവില കൂട്ടി കൊടുക്കരുത്, തറവില പഴയ തറവിലയാണ് എന്ന് പറഞ്ഞുകൊണ്ട് 2 ദേവസ്വങ്ങളെയും അനുനയിപ്പിച്ച് പൂരം നടത്താനുള്ള സുഗമമായ മാർഗങ്ങൾ ഉണ്ടാക്കിയത്. പുറ്റിങ്ങൽ വെടിക്കെട്ട് അപകടത്തിന് ശേഷം ഈ കേരളത്തിൽ പെസോയുടെ നിയമം അനുസരിച്ചാണ് ക്രൗഡിനെ നിയന്ത്രിക്കുന്നത്. വെടിക്കെട്ടുമായി 100 മീറ്റർ മാറി നിൽക്കണം എന്നുള്ള കർശനമായ നിയമം പാലിക്കപ്പെടുന്ന ഒരു പൂരമാണ് തൃശൂർ പൂരം. കഴിഞ്ഞ 4 വർഷങ്ങളായി പുറ്റിങ്ങൽ വെടിക്കെട്ട് അപകടത്തെ തുടർന്ന് പെസോ ഏർപ്പെടുത്തിയ കർശനമായ നിയമങ്ങൾ തൃശൂരിൽ പാലിക്കപ്പെടുന്നതുമായി ബന്ധപ്പെട്ട് പൂരാസ്വാദകരും അതുപോലെ തന്നെ പൂരം നടത്തിപ്പുകാരും തമ്മിൽ വൈരുദ്ധ്യം നിലനിൽക്കുന്നുണ്ട്. ഈ പ്രശ്നം പരിഹരിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഞങ്ങൾ പലതവണ ഇടതുപക്ഷം ഹൈക്കോടതിയെ സമീപിക്കുകയുണ്ടായി. കേസ് ഹൈക്കോടതിയുടെ പരിഗണനയിൽ നിൽക്കുകയാണ്. ആ സന്ദർഭത്തിൽ പൂരത്തിൽ എന്തെങ്കിലും കിട്ടുമോ എന്ന് നോക്കി അതിൽ പരാജയപ്പെട്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ നേരിടുന്നതിന് വേണ്ടി വടകരയിൽ നിന്ന് തൃശൂരിലേക്ക് ഇറക്കുമതി ചെയ്ത മുരളീധരൻ എത്ര വോട്ടിനാണ് അവിടെ പരാജയപ്പെട്ടത്? 3ാം സ്ഥാനത്തേക്ക് എങ്ങനെ പോയി അദ്ദേഹം? പിറ്റേ ദിവസം DCC ഓഫീസിൽ നടന്ന കയ്യാങ്കളി, അതിനുശേഷം തെറിച്ച DCC പ്രസിഡന്റ്, പാലക്കാട് നിന്നൊരു DCC പ്രസിഡന്റിനെ ശ്രീകണ്ഠനെ കൊണ്ടുവന്ന് പ്രതിഷ്ഠിക്കുന്നു. അവിടുത്തെ പ്രശ്നങ്ങൾ കഴിഞ്ഞു. കോൺഗ്രസിനകത്തെ എങ്ങനെ 3ാം സ്ഥാനത്തേക്ക് തെറിച്ചു മുരളീധരൻ? മുരളീധരൻ പിറന്ന നാടല്ലേ, പിച്ചവെച്ച നാടല്ലേ? മുരളീധരന്റെ അച്ഛൻ പണിതുയർത്തിയ മുരളീ മന്ദിരം പൂങ്കുന്നം നഗരഹൃദയത്തിലല്ലേ സ്ഥിതി ചെയ്യുന്നത്? പൂരവുമായി മുരളീധരന് ബന്ധമില്ലേ? അദ്ദേഹവും വന്നില്ലേ? എന്നിട്ട് ഇടതുപക്ഷത്തിന്റെ തലയിൽ കെട്ടിയേൽപ്പിക്കാമെന്നാണ് നിങ്ങൾ വിചാരിക്കുന്നത്? തൃശൂരിലെ ജനങ്ങൾ പൂരപ്രേമികളായതുകൊണ്ട്, UDFകാർ പൂരപ്രേമികളായതുകൊണ്ട് അവരങ്ങ് തെറ്റിദ്ധരിച്ചു പോയി മുരളീധരനെ 3ാം സ്ഥാനത്തേക്ക് മാറ്റി എന്നാണ് തിരുവഞ്ചിയൂര് പറഞ്ഞത്. അദ്ദേഹത്തിന്റെ വർണ്ണ മഞ്ഞ അമുട്ടുണ്ടല്ലോ, അത് പൊട്ടിയത് കണ്ട് ആഹ്ലാദിക്കുന്ന ആരെങ്കിലും ആ ബെഞ്ചിൽ ഇരിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ പ്രതിപക്ഷ നിരയിൽ ഇരിക്കുന്നുണ്ടെങ്കിൽ, അദ്ദേഹത്തിന്റെ അമിട്ടിന് അടിമരുന്നിട്ട് കൊടുത്തിരുന്ന നമ്മുടെ മുൻ പ്രതിപക്ഷ നേതാവ് അദ്ദേഹത്തിന്റെ അടുത്തിരുന്ന് അദ്ദേഹമാണ് പറഞ്ഞു കൊടുത്തിരുന്നത്. ആ പറഞ്ഞു കൊടുത്തിരുന്നത് കേട്ടത് നാം പറഞ്ഞിരുന്നുവെങ്കിൽ അതിൽ ചില പോയിന്റ് ഉണ്ടായിരുന്നു. അദ്ദേഹം അത് ശ്രദ്ധിച്ചില്ല. അദ്ദേഹത്തിന്റെ ശ്രദ്ധ മുഴുവൻ ഇടതുപക്ഷത്തെയും മുഖ്യമന്ത്രിയെയും വേവലാതിപ്പെടുത്താനായിരുന്നു. തൃശൂർ പൂരം ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല. CPIയുടെ നേതാവ് കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന് രൂപകൽപ്പന കൊടുക്കുന്നതിൽ നിർണായക പങ്ക് വഹിച്ചിട്ടുള്ള സഖാവ് KK വാര്യരടക്കം തെക്കോട്ടിറക്കത്തിൽ കൊട്ടിനൊപ്പം തലയാട്ടി നിന്ന് പൂരത്തിന് നേതൃത്വം കൊടുത്ത ASN നമ്പീശനും അതുപോലെ തന്നെ നിരവധി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാക്കളും ആ തൃശൂർ പൂരത്തിന്റെ മുന്നിൽ നടന്നവരാണ്, അതിനെ നയിച്ചവരാണ്. നിങ്ങൾക്കറിയുമോ ചെമ്പോട്ടിൽ തറവാട്ടിനെ കുറിച്ച്? ആ ചെമ്പോട്ടിൽ തറവാട്ടിലേക്ക് വടക്കുന്നാഥനിൽ നിന്ന് കിട്ടിയ പടച്ചോറ് പകുത്തുണ്ട്
വളർന്നതാണ് തൃശൂരിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം. മറക്കണ്ട. ആ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം ഒരിക്കലും തൃശൂർ പൂരത്തിന്റെ കൂടെയല്ലാതെ നിൽക്കില്ല. അങ്ങനെ ഒരു പാർട്ടിയെയും പ്രസ്ഥാനത്തെയും തൃശൂരിലെ സാംസ്കാരിക പ്രസ്ഥാനങ്ങളെയും ആകെ അവമതിക്കുന്ന രീതിയിൽ മുന്നോട്ട് പോകാനാണ് UDF ശ്രമിക്കുന്നതെങ്കിൽ കാലം കരുതി വെച്ചിട്ടുള്ള എല്ലാ കണക്കുതീർപ്പുകൾക്കും നിങ്ങൾക്ക് നിന്നുകൊടുക്കേണ്ടി വരുമെന്ന് സവിനയം ഞാൻ പറയുകയാണ്. തൃശൂർ പൂരങ്ങൾക്ക് ഇതിന്റെ പിന്നിൽ വത്സൻ തില്ലങ്കേരിമാരുണ്ട്. RSSന്റെ ഗൂഢസംഘമുണ്ട്. RSSന്റെ ഗൂഢസംഘത്തിനും വത്സൻ തില്ലങ്കേരിമാർക്കും അവിടെ വന്ന് കുളങ്കലക്കാനുള്ള അവസരമുണ്ടാക്കി കൊടുത്തത് ആരാണെന്ന് അന്വേഷിക്കാനും കുറ്റവാളികളെ പുറത്തു കൊണ്ടുവരാനും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് സാധിക്കും, മുഖ്യമന്ത്രിക്ക് സാധിക്കും. അതുകൊണ്ട് മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ